വളരെ മനോഹരം. സങ്കടം തോന്നുന്നു. കളി ആസ്വദിക്കൂ. നല്ല തമാശ. വളരെ രുചികരം. ഏതാണ്ട് വീഴാറായി. എന്ത് വിഡ്ഢിത്തം. ഒരുപാട് സ്നേഹം. വളരെ ഗംഭീരം. ഹായ്. കേക്കിന് നല്ല മധുരമുണ്ട്. വളരെ സന്തോഷം. നമ്മൾ തമ്മിലുള്ള ഒത്തൊരുമ. മിഥുൽ കാവ്യ വ്ലോഗ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹലോ, ശുഭപ്രഭാതം. ഞാൻ ഇപ്പോൾ ഗോകുലം ഗാലേറിയ മാളിലാണ്. എൻ്റെ 2007 ബാച്ചിലെ പഴയ സഹപാഠികളെ കാണാനാണ് ഞാൻ ഇവിടെ വന്നത്. രാവിലെ 10 മണിക്ക്. പക്ഷേ ഞാൻ നേരത്തെ തന്നെ വൈകിയിരുന്നു. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അവർ നേരത്തെ തന്നെ എത്തിയിരുന്നു. കൃത്യസമയത്ത് അവിടെ എത്തിച്ചേർന്നു. എനിക്ക് തെറ്റ് പറ്റി, വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. എന്നെ വഴക്ക് പറയുകയും അങ്ങോട്ട് നോക്കുകയും ചെയ്തു. മീറ്റിംഗ് രാവിലെ 10 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. എനിക്ക് വളരെ വിഷമം തോന്നി. കാര്യം മനസ്സിലായി. ജിജി നെ മാളിന്റെ ഓഫീസിൽ കാണേണ്ടതുണ്ട്. ഇവിടെ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കാൻ അനുവാദമില്ല. എനിക്ക് വലിയ ആശ്വാസമായി. കാരണം എനിക്ക് ആക്ഷൻ ക്യാമറ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചു. മുമ്പ് അവർ ആക്ഷൻ ക്യാമറകൾ അനുവദിച്ചിരുന്നില്ല. അത് എനിക്കും എന്റെ കൂട്ടുകാർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി അടുത്തതായി എന്തു ചെയ്യണമെന്ന് ചർച്ച ചെയ്തു. പകരം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ മാനേജർ ആദ്യം പറഞ്ഞു. പക്ഷേ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് അംഗീകരിച്ച് ആ വിഷയം അവിടെ വിട്ടു. പിന്നീട് അവളുടെ കയ്യിൽ ആ ഫോൺ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിൽ സ്റ്റോറേജ് ഫുൾ ആയിരുന്നു. അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു മാനേജർ ഞങ്ങൾ സംസാരിക്കുന്നത് കണ്ടത്. അദ്ദേഹം ഫോൺ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി അനുവാദം ചോദിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ അവർ എന്നെ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കാൻ അനുവദിച്ചു. എല്ലാത്തിനും നന്ദി. 19 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു. പരസ്പരം കണ്ടുമുട്ടിയത് ഞങ്ങളെ ഒത്തിരി സന്തോഷിപ്പിച്ചു. കണ്ടുമുട്ടിയതിനു ശേഷം വലിയ സന്തോഷം. ഒടുവിൽ എന്റെ 10ാം ക്ലാസ് സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചെത്തി. 19 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. 19 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് വളരെ ആസ്വാദ്യകരമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എന്റെ മകന്റെ കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു. വാട്സാപ്പിൽ വളരെ മനോഹരമായ ഒരു ക്ഷണക്കത്ത് ഞാൻ കണ്ടു. ഒരു വിവാഹ ക്ഷണക്കത്ത് പോലെ. ഭാവിയിൽ എന്ത് മകൻ ആഘോഷിക്കുമ്പോൾ അവളും അത് തന്നെ ചെയ്യും. #ചിരി. എനിക്ക് പുതിയൊരു പാലുകാച്ചിലുണ്ടാകുമ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് കടയിൽ പോയി പ്രൊഫഷണലായി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് ചെലവേറിയതായിരിക്കാം. അവൾ എനിക്കും അങ്ങനെ തന്നെ ചെയ്യും. അവൻ ഭയങ്കര വിഡ്ഢിയാണ്. നമ്മൾ ഭ്രാന്തന്മാരും വിഡ്ഢികളുമാണ്. ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കാൻ AI സഹായിച്ചു. അതെ, അത് വളരെ ലളിതമായി സഹായിച്ചു. നിനക്കറിയില്ല. അല്ല, ഇൻവിറ്റേഷൻ കാർഡ് അവളുടെ വീട്ടിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. കൈകോർത്ത് ഒന്നിച്ച്. #കയ്യടി. #സന്തോഷം. #കയ്യടി. ഒപ്പിടുന്നു. #2007 ശേഷം നമ്മൾ ആരും തമ്മിൽ കണ്ടിട്ടില്ല. നീണ്ട 19 വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ നമ്മൾ ഇന്ന് കണ്ടുമുട്ടി. ഏകദേശം 20 പേർ വരാനിരുന്നതായിരുന്നു. പക്ഷേ ചിലർ തിരക്കിലായതിനാൽ വരാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ എല്ലാവർക്കും വീണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. വളരെ സന്തോഷത്തിലായിരുന്നു. നന്ദി. ഞാനൊരു മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അത് അത്ര ഗൗരവമായി എടുത്തില്ല. നമ്മൾ എല്ലാവരും പരസ്പരം കാണണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് അവളാണ്. എല്ലാവരും സമ്മതിച്ചു.
ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവളൊരു യെസ് ഓർ നോ പോൾ അയച്ചു. ഒടുവിൽ 8 പേർ വോട്ട് ചെയ്യുകയും വരാൻ സമ്മതിക്കുകയും ചെയ്തു. ഹോട്ടൽ അടച്ചിരുന്നതിനാൽ ഗ്യാസ് ലഭ്യമായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അത് തുറന്നിട്ടുണ്ട്. 23-ാം തീയതി അത് അടയ്ക്കും. നമുക്കായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആരുടെയും കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അവൾക്കൊരു ആശയം തോന്നി. അവരിൽ ചിലർ ഇപ്പോഴും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഒടുവിൽ ഞങ്ങൾ കണ്ടുമുട്ടി. കുറെ കാലമായി ആരും പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരെയും ആഡ് ചെയ്യാൻ അവൾക്ക് ആശയം ലഭിച്ചു. ഒടുവിൽ 2026-ൽ ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടി. ഒടുവിൽ 2026-ൽ അവരിലൊരാൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു യെസ് ഓർ നോ പോളിട്ടു. 11-ാം തീയതി വരാൻ ഞാൻ യെസ് വോട്ട് ചെയ്തു. പക്ഷേ അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നി. പിന്നീട് നിതുൽ അത് മാറ്റിവെച്ചു. അതിനാൽ എനിക്ക് ആശ്വാസം തോന്നി. ന് ശേഷം ആരും കണ്ടിട്ടില്ലായിരുന്നെങ്കിലും അവരെല്ലാവരും കാണാൻ തീരുമാനിച്ചു. റീയൂണിയനിൽ പങ്കെടുക്കാൻ യെസ് അല്ലെങ്കിൽ നോ ഓപ്ഷനുകളുള്ള ഒരു പോൾ ഉണ്ടാക്കാൻ അവൾക്ക് മികച്ചൊരാശയം കിട്ടി. 19 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒടുവിൽ കണ്ടുമുട്ടി. വളരെ സന്തോഷിച്ചു. ചിലർക്ക് വരാൻ കഴിഞ്ഞില്ല. സാരമില്ല, അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കാം. അവരതിനെക്കുറിച്ച് സംസാരിച്ചു. അവരെന്താണ് ചെയ്തതെന്ന് നോക്കൂ. അവർ സംസാരിച്ച കാര്യം എനിക്ക് മനസ്സിലായി. എന്നെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്തു. അവരെനിക്ക് നല്ല ഫീഡ്ബാക്ക് തന്നു. മനസ്സിലാക്കി. ഞാൻ വളരെ കൃതജ്ഞതയുള്ളവനാണ്. ദാ നോക്കൂ, മിഥുൻ കൊതിവിടുന്നു. ഞങ്ങൾ ആദ്യമായൊരു കേക്ക് മുറിച്ച് 19 വർഷമായി. ആരും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ബോയ്സ് ടീം പലതവണ കണ്ടിട്ടുണ്ട്. 19 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ കാണാൻ 2 സ്ത്രീകളും അവിടെ വന്നിരുന്നു. ആ കേക്ക് നോക്കൂ. കണ്ടോ, ആ പച്ച നിറം അർത്ഥമാക്കുന്നത് അത് വെജിറ്റേറിയൻ ആണ് എന്നാണ്. #കയ്യടി. ഇത് നല്ല രുചിയുണ്ട്. അശ്വന്ത് ഇത് ഒരുപാട് കഴിച്ചു. കുറച്ചുകൂടെ കഴിക്കൂല്ല. എൻ്റെ വയറ് നിറഞ്ഞതുകൊണ്ട് ഞാനില്ല. ഞങ്ങൾ കേക്ക് ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് പാരഗൺ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പക്ഷെ മിഥുൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നു.
സഹായിക്കാതെ മിഥുൻ തന്നെ സ്വന്തമായ വിഭവങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ വിഭവങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളിപ്പോൾ പാരഗൺ റെസ്റ്റോറൻറ്റിലാണ്. പരസ്പരം വ്യത്യസ്തമായ വിഭവങ്ങൾ തിരഞ്ഞെടുത്തു. രുചികരം. ശരിക്കും കൊതിപ്പിക്കുന്ന രുചി. രുചികരം. കോഴിക്കോട്ടെ പാരഗൺ റെസ്റ്റോറന്റ് ലോകത്തിൽ തന്നെ 5ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. പാരഗൺ റെസ്റ്റോറന്റിൽ AC-യുള്ള ഭാഗം ലഭിക്കാൻ നിതുലിന്റെ സഹോദരി ഞങ്ങളെ സഹായിച്ചു. രുചികരം. മട്ടൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി, കൊഞ്ച് ദം ബിരിയാണി, മട്ടൻ ബിരിയാണി. ചിക്കൻ ഫ്രൈഡ് റൈസ്, മസിൽസ്, ഡ്രൈ ഫ്രൈ ചിക്കൻ 65, വെജ് നൂഡിൽസ്, റെഡ് ബെറി, റെഡ് പൈനാപ്പിൾ മിൻറ്റ്, മോജിറ്റോ, ലൈം ടീ ഫ്രൂട്ട്സ്, ആഞ്ചലീൻ. എന്നെ നോക്കൂ, സംസാരിക്കാതെ കഴിക്കുക മാത്രം ചെയ്യുന്നു. #തമാശ. ലൈം ടീ. ചുവന്ന പൈനാപ്പിൾ ജ്യൂസ്. ചുവന്ന ബെറി ജ്യൂസ്. ജ്യൂസ് വളരെ രുചികരമായിരുന്നു. #തമാശ. രുചികരം. ഡ്രാഗൺ ഫ്രൂട്ട് വിത്ത് പൈനാപ്പിൾ ജ്യൂസ്. അവരിത് ആദ്യമായാണ് കഴിക്കുന്നത് എന്ന് തോന്നുന്നു. ഇതിനകത്ത് ഉപ്പുണ്ടെന്ന് തോന്നുന്നു. ജ്യൂസ് വളരെ മോശമാണ്. പാരഗൺ റെസ്റ്റോറൻറ്റിനുള്ള ഫീഡ്ബാക്ക്. മിഥുനെ നോക്കൂ. തീർത്ത ഫീഡ്ബാക്ക് ഫോം പൂരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മിഥുൻ അത് നോക്കി കോപ്പിയടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ഇതിനു മുമ്പ് ഒരിക്കൽ എന്നോട് ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. അവൾ പരീക്ഷ എഴുതിയപ്പോൾ അവൻ കോപ്പിയടിച്ചിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, വയറു നിറഞ്ഞു. ഇനി ബീച്ചിലേക്ക് പോവാം. പക്ഷേ കാത്തിരിക്കൂ. 2ാം ഭാഗം ഉടൻ വരുന്നു.